നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴമൊക്കെ ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരിക്കലും ഈ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ അവസാനം ഈ ഒരു സ്നാക്കിന് ഉണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിക്കില്ല. അപ്പം നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. പിന്നെ പഴം വേണം. പഴം ഞാൻ 3 ചെറിയ പഴമാണ് എടുത്തത്, നല്ല പഴുത്ത പഴമാണ്. ഈ ഒരു പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴം വേണമെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം. 3 എടുത്തെന്നുള്ളൂ. ഫില്ലിങ്ങിന് എത്ര ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ 1 മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും വേണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കോട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 1 മുട്ടയാണ് എടുത്തത്. അതുപോലെ ബ്രെഡ് ക്രംസ് അങ്ങനെ അളവ് പറയുന്നില്ല, നമുക്ക് കുറച്ചെടുത്ത് ആവശ്യമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെന്താ വെള്ളം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു മാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനിപ്പം 1.5 കപ്പ് മൈദ എടുത്തുകൊണ്ട് തന്നെ 1.5 കപ്പ് വെള്ളം എടുത്ത് ഇതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി നല്ല മാവ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇതൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് ഒന്നും കൂടി കുഴച്ചൊക്കെ എടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ച 3 പഴം ഒരു പാത്രത്തിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു തവി വെച്ചോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക, ഒരു 3 ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഏതാണ്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈവച്ചൊന്ന് കുഴയ്ക്കാനുള്ള പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പരത്തി എടുക്കുമ്പം വേണമെങ്കിൽ ഫ്ലോറിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കാം. ഇങ്ങനെ പരത്തി കൊടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എന്തെങ്കിലും ഒരു അളവ് വെച്ചിട്ടുള്ളൊരു പാത്രവും മറ്റും എടുത്തിട്ട് നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് ഒരുപാട് അങ്ങ് തിക്കാവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം കൂടി നമ്മൾ പരത്തിയെടുക്കുന്നതിന് പകരം ഇതുപോലെ കുറച്ച് മാവെടുത്ത് നമുക്കിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. ഇത് ഒരുപാട് നൈസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതുപോലെ കുറച്ച് എടുത്താൽ മതി. കാരണം പഴം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എടുക്കേണ്ട. അത് നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് സ്പ്രെഡായിട്ട് വരും. അപ്പോൾ കുറച്ച് ഫില്ലിങ് വെച്ചു. ഇനി ഇത് ഒന്ന് മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇനി ഇതൊന്ന് മറിച്ച് വെച്ചിട്ട് ഈ ഭാഗം കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ച മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നന്നായി ബീറ്റ് ചെയ്തു. ഇനി ബ്രെഡ് ക്രംസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ഇതെടുത്ത് മുട്ടയിലൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ പാനിലൊഴിച്ചു ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതില്ലേ ശരിക്കും ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും ശരിക്കും. അത് നമുക്ക് കാണാൻ പറ്റും. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ആയിട്ട് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതാ 2 ഭാഗവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ ബാക്കി ചെയ്തു വെച്ചതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പഴവും അതുപോലെ മൈദയൊക്കെ വെച്ചുണ്ടാക്കിയ കിടിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എന്താ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല. ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതാ നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ പഴമൊക്കെ നല്ല എന്താ പറയുക, കുറച്ച് ചേർക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഫുള്ളായിട്ട് കിട്ടും. ആ ഒരു കോമ്പിനേഷൻ പഴവും മൈദയും കൂടി ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.